ഇപ്പോഴും ഇവിടെ ആരാധന നടക്കുന്നുണ്ട് കേട്ടോ. കാരണം വിളക്കൊക്കെ വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു വിഗ്രഹം കാണാൻ പറ്റും. തിരുനെല്ലി കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാൻ പറ്റിയത്. ക്ഷേത്രം ഒന്ന് കണ്ടുപോകാം എന്ന് വിചാരിച്ച് ഈ ഇടവഴിയിൽ കൂടെ നടന്നു. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഇടുങ്ങിയ ഒരു പാതയാണ് അമ്പലത്തിലേക്കായിട്ടുള്ളത്. കുറച്ചു ദൂരം മുമ്പോട്ട് നടന്നപ്പോൾ പഴയ കാലത്തെ ഒരു അവശേഷിപ്പ്, കല്ലുകൊണ്ടുള്ള ഒരു കവാടം അവിടെ കാണാൻ പറ്റും. പുരാതന കാലത്തെ അവശേഷിപ്പ് വയനാട് ജില്ലയിൽ തിരുനെല്ലി കാടിന്റെ ഉള്ളിലാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. ഓരോ പീസ് പാറയാണിത്. ഇതൊരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഈ കാഴ്ച. ഇതേപോലെ ഇവിടെയും ഒരു അമ്പലം കിടക്കുന്നുണ്ട്. 2 അമ്പലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതാണ് കാഴ്ച. എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഓരോ പാറേൻ്റെ പീസാണ്, കല്ലിൻ്റെ പീസുകൾ വെച്ചിട്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയത്. ഇത് തിരുനെല്ലി ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഇതേപോലെ 2 അമ്പലമുള്ളത്. പുരാതന കാലത്ത് ഉണ്ടാക്കിയിട്ടതാവും. കാരണം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ, മുഴുവനായിട്ട് കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അമ്പലമാണ് ഈ കാണുന്നതാണ്ട. ഇതേപോലെ ഒരുപാട് പുരാതന കാലങ്ങളിലുള്ള അവശേഷിപ്പ് വയനാട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ.